ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ ഡ്രോപ്പ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് എന്താണെന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണ്, LPP എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം, ഫീസിബിൾ സൊല്യൂഷനും ഒപ്റ്റിമൽ സൊല്യൂഷനും എന്താണെന്ന് ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ഭാഗം നോക്കാം. ഫസ്റ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP ഈസ് എ മാത്തമെറ്റിക്കൽ മെത്തേഡ്. LPP എന്നത് ഒരു മാത്തമെറ്റിക്കൽ മെത്തേഡാണ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ബെസ്റ്റ് സൊല്യൂഷൻ. അതായത് ഒരു പ്രശ്നത്തിൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. സച്ച് ആസ് മാക്സിമം പ്രോഫിറ്റ് ഓർ മിനിമം കോസ്റ്റ്. ഉദാഹരണത്തിന് ഒരു കമ്പനി കൂടുതൽ പ്രോഫിറ്റ് നേടണം അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കണം എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള ചിലവ് കുറയ്ക്കണം എന്ന് കരുതുക. വൈൽ സാറ്റിസ്ഫൈയിങ് സെർട്ടൻ ലിമിറ്റേഷൻസ് കോൾഡ് കൺസ്ട്രെയിൻസ്. പക്ഷേ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടാകും. അതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് പാലിച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് കണ്ടെത്തുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ LPP? LPP എന്നത് ഒരു മാത്തമെറ്റിക്കൽ മെത്തേഡാണ്. ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ പ്രശ്നത്തിന് നൽകിയിരിക്കുന്ന നിബന്ധനകൾക്ക് എന്താണ് പറയുക? കൺസ്ട്രെയിൻസ്. അത് പാലിച്ചുകൊണ്ട് ഏറ്റവും മികച്ച പരിഹാരം അല്ലെങ്കിൽ റിസൾട്ട് കണ്ടെത്തുന്ന രീതിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. സാധാരണയായി മാക്സിമം പ്രോഫിറ്റ് നേടാനോ മിനിമം കോസ്റ്റ് കണ്ടെത്താനോ ആണ് LPP ഉപയോഗിക്കുന്നത്. ഇനി ഫോർമുലേഷൻ ഓഫ് LPP നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ റിയൽ ലൈഫ് പ്രോബ്ലം ഇൻടു എ മാത്തമെറ്റിക്കൽ മോഡൽ. ഫോർമുലേഷൻ എന്നത് ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിനെ മാത്തമെറ്റിക്കൽ മോഡലാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. ഇത് 4 സ്റ്റെപ്സായി ചെയ്യാം. ഫസ്റ്റ്, ഐഡൻറ്റിഫൈ ദ ഡിസിഷൻ വേരിയബിൾസ് കണ്ടെത്തുക. സെക്കൻഡ്, റൈറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. റൈറ്റ് ദ കൺസ്ട്രെയിൻസ് എഴുതുക. ലാസ്റ്റ്, ആഡ് നോൺ നെഗറ്റീവ് കണ്ടീഷൻസ് ചേർക്കുക. ഈ 4 സ്റ്റെപ്സ് ഉപയോഗിച്ചാണ് ഏത് LPPയും ഫോർമുലേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി മാനുഫാക്ചേഴ്സ് 2 products A and B. ഒരു കമ്പനി 2 പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നു, പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും. ദി പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എ ഈസ് ₹50. പ്രൊഡക്റ്റ് എ വിൽക്കുമ്പോൾ ഒരു യൂണിറ്റിന് 50 രൂപ പ്രോഫിറ്റ് ലഭിക്കും. ആൻഡ് ദ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ബി ഈസ് ₹40. പ്രൊഡക്റ്റ് ബി വിൽക്കുമ്പോൾ 40 രൂപ പ്രോഫിറ്റ് ലഭിക്കും. ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എ റിക്വയേഴ്സ് 2 hours ഓഫ് മെഷീൻ ടൈം. പ്രൊഡക്റ്റ് എ നിർമ്മിക്കാൻ 2 മണിക്കൂർ മെഷീൻ ടൈം വേണം. വൈൽ ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ബി റിക്വയേഴ്സ് 1 hour ഓഫ് മെഷീൻ ടൈം. പ്രൊഡക്റ്റ് ബി നിർമ്മിക്കാൻ 1 മണിക്കൂർ മെഷീൻ ടൈം മതി. ദി കമ്പനി ഹാസ് എ ടോട്ടൽ ഓഫ് 100 മെഷീൻ ഹവേഴ്സ് അവൈലബിൾ. കമ്പനിക്ക് മൊത്തം 100 മണിക്കൂർ മെഷീൻ ടൈം മാത്രമേ ലഭ്യമുള്ളൂ. ഫോർമുലേറ്റ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ചാണ് LPP ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനെ സമ്മറൈസ് ചെയ്തതാണ്. പ്രൊഡക്റ്റ് എയുടെ പ്രോഫിറ്റ് 50 രൂപ, പ്രൊഡക്റ്റ് ബിയുടെ പ്രോഫിറ്റ് 40 രൂപ. എക്ക് 2 മണിക്കൂർ മെഷീൻ ടൈം വേണം, ബിക്ക് 1 മണിക്കൂർ മെഷീൻ ടൈം വേണം. ആകെ മെഷീൻ ടൈം 100 മണിക്കൂർ. ഇനി ഈ വിവരങ്ങൾ ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് LPP ഫോർമുലേറ്റ് ചെയ്യാം. നിങ്ങളും കൂടെ തന്നെ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസിഷൻ വേരിയബിൾസ് കണ്ടെത്തുക. ഡിസിഷൻ വേരിയബിൾസ് എന്നത്
നമുക്ക് കണ്ടെത്തേണ്ട അറിയാത്ത വാല്യൂസാണ്. ഇവിടെ എക്സ് ആയിട്ട് പ്രൊഡക്റ്റ് എയുടെ യൂണിറ്റ്സും വൈ ആയിട്ട് പ്രൊഡക്റ്റ് ബിയുടെ യൂണിറ്റ്സും എന്നെടുക്കുക. അതാണ് നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നത് നമ്മുടെ ലക്ഷ്യം, എയിം എന്താണെന്ന് കാണിക്കുന്ന ഇക്വേഷനാണ്. ഇവിടെ പ്രോഫിറ്റ് പരമാവധിയാക്കുകയാണ് ലക്ഷ്യം. പ്രൊഡക്റ്റ് എയിൽ നിന്ന് 50 രൂപ പ്രോഫിറ്റ് ലഭിക്കും, പ്രൊഡക്റ്റ് ബിയിൽ നിന്ന് 40 രൂപ പ്രോഫിറ്റ് ലഭിക്കും. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z = 50x + 40y. ഇവിടെ z എന്നത് ടോട്ടൽ പ്രോഫിറ്റ് ആണ്. 50x എന്ന് പറഞ്ഞാൽ എക്സ് എന്താണ്? പ്രൊഡക്റ്റ് എയുടെ യൂണിറ്റിനെയാണ് എക്സ് എന്ന് പറയുക. 50 എയുടെ പ്രോഫിറ്റും. അതുപോലെ 40y എന്നത് y എന്താ? പ്രൊഡക്റ്റ് ബിയുടെ യൂണിറ്റിനെയും 40 ബിയുടെ പ്രോഫിറ്റിനെയുമാണ്. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് എഴുതാം. പ്രൊഡക്റ്റ് എയുടെ ഓരോ യൂണിറ്റിനും 2 മണിക്കൂർ വേണം. അതുകൊണ്ട് എയുടെ മെഷീൻ ടൈം = 2x. പ്രൊഡക്റ്റ് ബിയുടെ ഓരോ യൂണിറ്റിനും 1 മണിക്കൂർ വേണം. അതുകൊണ്ട് മെഷീൻ ടൈം = y. ആകെ ലഭ്യമായ മെഷീൻ ടൈം എത്ര? 100 മണിക്കൂറാണ്. അതുകൊണ്ട് കൺസ്ട്രെയിൻസ് 2x + y <= 100 എന്നെഴുതാം. എന്ന് വെച്ചാൽ 2xും വൈയും ചേർന്ന ആകെ മെഷീൻ ടൈം 100 മണിക്കൂറിനേക്കാൾ കുറവോ അല്ലെങ്കിൽ 100 മണിക്കൂറിന് തുല്യമോ ആയിരിക്കണം. അടുത്തത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനാണ്. യൂണിറ്റ്സ് ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അതുകൊണ്ട് x > or = 0, y > or = 0 എന്നെഴുതണം. LPPയിൽ ഈ കണ്ടീഷൻ എപ്പോഴും എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. ഫൈനൽ LPP ഇങ്ങനെയാണ്. മാക്സിമം z = 50x + 40y സബ്ജക്റ്റ് ടു 2x + y <= 100. കൂടാതെ x > or = 0, y > or = 0. ഇതാണ് ഈ എക്സാമ്പിളിൻ്റെ ഫൈനൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇങ്ങനെയാണ് ഒരു LPP ഫോർമുലേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ LPP എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. എ സൊല്യൂഷൻ ദാറ്റ് satisfies all the constraints and non-negativity conditions, it lies within the feasible region. കൺസ്ട്രെയിൻസും നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും എല്ലാം പാലിക്കുന്ന സൊല്യൂഷനെയാണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നു. അതായത് നൽകിയിരിക്കുന്ന എല്ലാ കണ്ടീഷനും ശരിയായി സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനാണ് ഫീസിബിൾ സൊല്യൂഷൻ. എന്താണ്? നൽകിയിരിക്കുന്ന എല്ലാ സൊല്യൂഷനും ശരിയായി സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനാണ് ഫീസിബിൾ സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നേരത്തെ കൺസ്ട്രെയിൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x = 20, y = 40 എന്നെടുക്കാം. അപ്പോൾ 2 × 20 + 40 = 80. 80 എന്നത് 100-നേക്കാൾ ചെറുതാണ്. കൂടാതെ എക്സും വൈയും നെഗറ്റീവ് അല്ല. അതുകൊണ്ട് 20, 40 ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ഇനി ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. എ ഫീസിബിൾ സൊല്യൂഷൻ ദാറ്റ് ഗീവ്സ് ദ മാക്സിമം പ്രോഫിറ്റ് ഓർ മിനിമം കോസ്റ്റ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ എമംഗ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻസ്. ഫീസിബിൾ സൊല്യൂഷനിൽ ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. പ്രോഫിറ്റ് ഏറ്റവും കൂടുതലോ കോസ്റ്റ് ഏറ്റവും കുറവോ ലഭിക്കുന്ന സൊല്യൂഷനെയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഫീസിബിൾ സൊല്യൂഷനിൽ ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതായത്
പ്രോഫിറ്റ് ഏറ്റവും കൂടുതലോ കോസ്റ്റ് ഏറ്റവും കുറവോ ലഭിക്കുന്ന സൊല്യൂഷനെയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് ഫീസിബിൾ സൊല്യൂഷനെ കമ്പയർ ചെയ്യുന്നു. നേരത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് 20-40 എടുത്താൽ പ്രോഫിറ്റ് 2600 ആണ്. സെക്കൻഡ് 30-40 എടുത്താൽ പ്രോഫിറ്റ് 3100 ആണ്. 3100 എന്നത് 2600-നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് 30-40 ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതാണ് മാക്സിമം പ്രോഫിറ്റ് നൽകുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്ന് പഠിച്ചു, എങ്ങനെ LPP ഫോർമുലേറ്റ് ചെയ്യാൻ പഠിച്ചു, പിന്നെ ഫീസിബിൾ സൊല്യൂഷനും ഒപ്റ്റിമൽ സൊല്യൂഷനും പഠിച്ചു. സോ ഈ ക്ലാസ് യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.